ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ ആ സ്ഥലത്തുണ്ടാകുന്നുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. മൃതദേഹം ഇപ്പോൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം എത്തിച്ചിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ വരുന്നുണ്ട്. അനീസലി, അതായത് ഈ ആക്രമണം നടന്നത് ഇന്ന് പുലർച്ചെയാണെന്നാണോ മനസ്സിലാക്കുന്നത്? രാധ കാപ്പി പറിക്കാൻ പോയത് ഇന്ന് പുലർച്ചെയാണെന്നുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? തീർച്ചയായും ഇന്ന് തന്നെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി വരെയും രാധ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് പുലർച്ചയോടുകൂടി രാവിലെ അവർ ജോലിക്ക് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മൃതദേഹം കണ്ടെത്തുന്ന സന്ദർഭത്തിൽ രാവിലെ 11 മണിക്ക് മൃതദേഹം കണ്ടെത്തുമ്പോൾ വളരെ നേരത്തെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം കാണുന്നത്. പാതിഭാഗം ഭക്ഷിച്ച നിലയിൽ കൂടിയായിരുന്നു. ശോകമാണ്, അതിദയനീയമാണ് ആ ഒരു രംഗം എന്നാണ് ദൃക്സാക്ഷികൾ അവിടെ നിന്ന് നമ്മെ അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം മൂടിയ നിലയിൽ, അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് കവർ ചെയ്ത് മൃതദേഹം അവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പ്രദേശത്ത് തന്നെ വെക്കുന്നത് പല നിലക്ക് അപകടകരമാണ്. കടുവയുടെ ഒരു പ്രകൃതം, കടുവ ഭക്ഷിച്ച മൃതദേഹം ഭക്ഷിക്കാൻ വേണ്ടി വീണ്ടും അതെത്തും എന്നത് കടുവയുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതും അപകടമാണ്. ഏതായാലും അവിടെ നിന്ന് ഇപ്പോൾ മൃതദേഹം മാറ്റി പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടെ മന്ത്രി OR കേളുവിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം ശമിക്കുന്നില്ല. അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഒരു കടുവ നാട്ടിലിറങ്ങി ആക്രമണങ്ങൾ നടത്തുമ്പോൾ, വളർത്തുമൃഗങ്ങളെ പിടിക്കുമ്പോൾ ഇതിന് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുക, പിന്നീട് ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കുക. അത് കഴിഞ്ഞ് ഈ കൂട്ടിൽ ഇത് കയറുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് അത് സ്ഥിരീകരിക്കുകയും അതിനുവേണ്ടി സമയം കൊടുക്കുകയും വേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള അനുമതി ലഭിക്കാറുള്ളത്. പക്ഷേ ഒരു മനുഷ്യന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ സ്ഥാപിക്കുകയോ കൂടുവെക്കുകയോ ചെയ്ത് അതിനുവേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യർക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഈ പ്രോട്ടോകോൾ ബാധകമല്ല. മനുഷ്യ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയരക്ഷയ്ക്കായി മയക്കുവെടി വെക്കാവുന്നതാണ്. മയക്കുവെടിയോ അല്ലെങ്കിൽ ശരിക്ക് ജീവാപായം വരുത്തുന്ന രീതിയിൽ തന്നെയോ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് മനുഷ്യർക്ക് നേരെ സ്പോണ്ടേനിയസ് ആയി വളരെ പെട്ടെന്നുണ്ടാവുന്ന ആക്രമണങ്ങൾക്കാണ് അത്തരത്തിൽ നടപടിയുള്ളത്. മറ്റത് കടുവ ദേശീയ മൃഗമാണ്. അത്തരത്തിൽ ഒരുപാട് പ്രോട്ടോകോൾ അത് സംബന്ധിച്ചുകൊണ്ട് മയക്കുവെടി വെക്കുമ്പോൾ പോലും അതിന് അപകടം സംഭവിക്കുന്നത് വലിയ തരത്തിൽ കേസുകൾ മയക്കുവെടി വെക്കുന്നവർക്കെതിരെയും വരാൻ സാധ്യതയുള്ള വനംവകുപ്പിന്റെ കേസുകൾ വലിയ സങ്കീർണമായ കേസുകളാണ്. പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയാത്ത വിധത്തിൽ. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുമ്പോൾ പോലും വലിയ ജാഗ്രത ഈ കാര്യത്തിലൊക്കെ പാലിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ചും ഇതിനെ പിടികൂടാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആശാവഹമായ കാര്യമാണ്. ഈ കടുവയെ വൈകാതെ പിടികൂടുക. പക്ഷെ എന്തൊക്കെ തന്നെ ആയാൽ പോലും ഒരു മനുഷ്യന് ജീവൻ നഷ്ടമായിരിക്കും. ഇനി ഒരിക്കലും അത് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഇവിടെ അവസാനിക്കുമെങ്കിൽ ഇതോടുകൂടി നമുക്ക് ആശ്വസിക്കാം. പക്ഷെ ഇത് അവസാനിപ്പിക്കാനുള്ള മൂർത്തമായ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. ഒരു വികസിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അനിശ്ചിതത്വത്തിന് വിട്ടുകൊടുക്കുക മനുഷ്യ ജീവനുകളെ എന്നത് ഒരിക്കലും സംഭവിക്കരുതാത്തതാണ്. പക്ഷേ മനുഷ്യർക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടുന്നു, അവരുടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്ക് ജീവൻ തന്നെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇതിനെ ശാശ്വതമായി പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം